ഇതുണ്ടാക്കുകയാണ്, അയൺ ഫാം ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നോളൂ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറന്നോളൂ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോളൂ, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം ഇതിന് ഇതൊക്കെ വേണം. 2 സ്റ്റാക്ക് 32 ഗ്ലാസും പിന്നെ 20 ഫെച്ചിങ് ടേബിളും പിന്നെ 2 ചെസ്റ്റ് പിന്നെ 10 സ്റ്റോൺ ബ്രിക്കും പിന്നെ ഒരു 16 സ്റ്റോൺ ബ്രിക്കും പിന്നെ ഒരു സ്റ്റാക്ക് ഇതും സ്റ്റോൺ സ്ലാബും പിന്നെ 16 പിന്നെ ഹോപ്പർ 52 വേണ്ട, ഒരു 10 ആണെങ്കിൽ വെക്കുക. പിന്നെ ഒരു 20 ബെഡും പിന്നെ 2 വാട്ടർ ബക്കറ്റ്, ഒരു ലാവ, പിന്നെ ഒരു 15 സൈൻ ബോർഡും പിന്നെ ടോർച്ചും. ആദ്യം ചെയ്യേണ്ടത് എന്നിട്ട് 6 ബ്ലോക്കും 7 ബ്ലോക്ക് മുകൾക്ക് വെക്കുക. പിന്നെ ഒരു ചെസ്റ്റ് എടുക്കാനുണ്ട്. ഇവിടെ ഈ ബ്ലോക്കൊക്കെ പൊട്ടിക്കണം. ഇങ്ങനല്ല, ആദ്യം ഒരു ചെസ്റ്റ് വെക്കുക, അതിമൊക്കെ കണക്ട് ചെയ്താണ് ഹോപ്പർ വെക്കുക. എന്നിട്ട് ഒരു മിനിറ്റ് ഇതിക്ക് നോക്കാം, വർക്കൗട്ട്. ഈ ടെമ്പററി ബ്ലോക്കൊക്കെ പൊട്ടിക്കണം. പിന്നെ ഇവിടേക്ക് ഒരു ബ്ലോക്ക് വെക്കുക. പിന്നെ ഇവിടേക്കും വെക്കുക. എല്ലായിടത്തേക്കും 7 ബ്ലോക്ക് വെച്ച് ഇതാക്കുക. ഇതൊക്കെ കണക്ട് ചെയ്യുക, ഫുള്ളായിട്ട് ഇതാക്കുക, ഫില്ല് ചെയ്യുക. കോർണേഴ്സിൽ വെക്കുക, 2 ബ്ലോക്ക് ഇത് വെക്കുക. ബാക്കിയുള്ളിടത്തൊക്കെ ഗ്ലാസ് വെക്കുക.
ഗ്ലാസ് പിന്നെ സാധാ പിക്കാക്സ് ആയിട്ട് പൊട്ടിച്ചാൽ ഇതാവും, പിന്നെ കിട്ടലുണ്ടാവില്ല. അതുകൊണ്ട് സിൽക്ക് ടച്ച് ഉണ്ടെങ്കിൽ അതായിട്ട് ഇതാക്കുക. ഇവിടെ ഇനി ഫുള്ള് ഫില്ല് ചെയ്യുക. ഇവിടെയും ഈ എല്ലാ കോർണേഴ്സും ബ്രിക്കാക്കുക. അങ്ങനെ ചെയ്യാം. അത് നിങ്ങളെ അടുത്തുള്ള വില്ലേജർ വീട്ടിൽ എവിടെ നിന്നെങ്കിലുമൊക്കെ കൊണ്ടുവരാം. ഇങ്ങനെ ഒരു പാത്ത് ഉണ്ടാക്കി ഇതാക്കാം. ഇവിടെ ചെറുതായിട്ട് ഇവിടെ നോക്കാം. ഇവിടുന്ന് കുറച്ചുകൂടി ഒന്നും കൂടി ആക്കിയാണ്. അല്ല, അടിയിൽ നിന്ന് ഉണ്ടാക്കേണ്ടത് നല്ലത് തോന്നണേ. ഇവിടെ ഒന്ന് വെക്കുക, പിന്നെ ഒന്നിങ്ങനെ, പിന്നെ ഒന്ന് ഇങ്ങനെ. ഇതിന് മുകളിലത്തെ ബ്ലോക്ക് പൊട്ടിക്കുക, പിന്നെ അങ്ങനെ ഒന്നും കൂടി ഇങ്ങനെ വെക്കുക. പിന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നോലൊക്കെ ചെയ്യുക. ഇനി വില്ലേജറിനെ കൊണ്ടുവരാം. അത് നിങ്ങളുടെ അടുത്ത് നിന്ന് ഇതിന്ന് കൊണ്ടുവരാം. പിന്നെ ഈ അയൺ ഫാം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളെ വില്ലേജർ ബ്രീഡറോ അല്ല അങ്ങനത്തെ ട്രേഡിങ് ഹാളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു 100 ബ്ലോക്ക് കഴിഞ്ഞിട്ട് വേണം ഉണ്ടാക്കാൻ. ഇവിടുന്ന് വില്ലേജറിനെ കൊണ്ടുവരാം. ഇതിൻ്റെ അയൺ ഫാമിൻ്റെ ഇതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് 20 വില്ലേജറിനെ കൊണ്ടുവരാം. നമ്മളിപ്പോൾ 20 കൊണ്ടുവന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഒന്നാണ് ബ്രീഡ് ചെയ്യിപ്പിക്കേണ്ടതാണ്. അല്ലെങ്കിൽ 20 വില്ലേജറിനെ ഒന്നാ പിന്നെ അറ്റങ്ങൾക്ക് ഫുഡ് കൊടുത്താൽ പിന്നെ അറ്റങ്ങൾ ബ്രീഡ് ചെയ്താണ് ഇതാവും. പിന്നെ വില്ലേജർ കൂടി വർക്കാവാതാവും. ഇവിടെ കുറേ അയക്കണേ. ഇതേമാതിരി ആക്കരുത്. നമുക്കിനി മാറ്റാം അറ്റങ്ങളെ. ഇവിടെ 10 ബെഡ് ഇങ്ങനെ വെക്കുക. ഇതേമാതിരി വെക്കുക. എന്നിട്ട് ഈ ബ്ലോക്കുകൾ പൊട്ടിക്കുക. ഇപ്പം 7 അയക്കണേ. ഇനി 3 കൂടി വെക്കുക. എന്നിട്ട് ഈ ബ്ലോക്ക് പൊട്ടിച്ചിൻ്റെ ഷഡിയിലും കൂടി വെക്കുക. ഈ ബ്ലോക്കുകൾ പൊട്ടിക്കുക. ബെഡ് പൊട്ടിക്കണ്ട, ബെഡ് അറിയാതെ പൊട്ടിച്ചാണ്.
റെയിലും ഇതൊക്കെ പൊട്ടിക്കുക. അത്ര തന്നെ ഉള്ളു. ഇനി ഇത് മൊത്തം പൊട്ടിക്കുക. ഇവിടുത്തെ ഗ്ലാസ്സുകളൊക്കെ പൊട്ടിച്ചാണ് ഇവിടെ ഇത് വെക്കുക. ഫെച്ചിങ് ടേബിൾ വെക്കുക. ഈ വില്ലേജേഴ്സ് ഇതിമക്ക് ലിങ്ക് ആവുന്നുണ്ടോയെന്നും കൂടി ഒന്ന് നോക്കാം. ഇനി ഇത് ഇങ്ങനെ ഇടവിട്ട് 20 വെക്കുക. ഇനി ഇവിടെ ഇങ്ങനെ വെക്കുക. ഗ്ലാസ് വെക്കുക. ഈ ബെഡ് കവർ ചെയ്യുന്ന രൂപത്തിൽ. ഇവിടെ ബെഡ് ഫുള്ളാവണ വരെ ഇതൊക്കെ. പിന്നെ ഇവിടെ മൊത്തമായിട്ട് കവർ ചെയ്യുക. ഇനി ഹോപ്പറിൻ്റെ മുകളിലുള്ള ബ്ലോക്ക് ഇതാക്കുക. എന്നിട്ട് ഇവിടേക്ക് ഇതാക്കിയതിന് ശേഷം ഇവിടെയൊക്കെ ടോർച്ച് വെക്കുക. ഇത് സോംബീസ് അറ്റാക്ക് ചെയ്യണമെന്ന് ഇതാക്കും. ഇനി 3 ഹോപ്പർ ഇതിമൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വെക്കുക. ഒരു ഇത് വെക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ഒന്നും കൂടി വെക്കുക. ബ്ലോക്കല്ല, ഒരു ഇത് കൂടി സൈൻ ബോർഡ് കൂടി വെക്കുക. പിന്നെ ഇങ്ങോട്ട് ഇതിൻ്റെ സൈഡ് കഴിക്കണം ഒന്നുകൂടി. ഇങ്ങനെയല്ലാതെ തെറ്റിക്കണേ. ഇനി ഇതേമാതിരി ഇങ്ങനെ ഇത് വെക്കുക. പിന്നെ ഈ സൈഡിലൊരു ബ്ലോക്ക് വെച്ചാണ് ചെയ്യുമ്പോൾ വേഗം പണി തരും. ഇവിടെ ഇതേമാതിരി ഇതിൻ്റെ ഇതിമ നോക്കി വെക്കുക. പിന്നെ ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചാണ് ചെയ്യുമ്പോൾ സിമ്പിളായിക്കോളും. എന്നിട്ട് ഈ ബ്ലോക്ക് പൊട്ടിക്കണം. ഇവിടെ ഒന്ന് എക്സ്ട്രാ അയക്കണമെങ്കിൽ അത് പൊട്ടിക്കുക. ഇവിടെ ഇങ്ങനെ ഇതിമൊക്കെ കണക്ട് ചെയ്യിക്കാണ് ഒരു ഇത് വെക്കുക. പിന്നെ ഇവിടെ ഇതിന് കണക്ട് ചെയ്യിക്കാണ് വെക്കുക. വെക്കുക. പിന്നെ ഇവിടെ വെക്കുക.
ആക്കിയാണ് ഇത് വെക്കുക, സൈൻ ബോർഡ് വെക്കുക. ഇങ്ങനെ എല്ലാത്തിൻ്റെയും മിഡിൽ വെക്കുക. ഇനി ഇവിടെ വെക്കുക. ഇതിൻ്റെ മിഡിലേക്കാണ് വെക്കുക. ഇവിടെയും കൂടി വെക്കുക. എന്നിട്ട് ഇവിടെ ലാവ ഒഴിക്കുക. ബ്ലോക്കിൻ്റെ മുകളിലായിട്ട് ലാവ ഒഴിക്കുക. ഇനി ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചതിന് ശേഷം എന്നിട്ട് ഇവിടെ വെച്ച് വേണം ഇനി ഫുള്ളാക്കുക. ഇനി ഇത് ഫുള്ളാക്കുക. മൂന്ന് ബ്ലോക്ക് ഇങ്ങനെയും പിന്നെ 3 ബ്ലോക്ക് ഇങ്ങനെയും വെക്കുക. എന്നിട്ട് ഇവിടെയും വെക്കുക. അങ്ങനെ കൂടി ഇത് വെക്കുക. എന്നിട്ട് ഇവിടെ വാട്ടർ ബക്കറ്റ് വാട്ടർ ഇതാക്കുക. എല്ലാ സൈഡിലും ഇതാക്കിയതിന് ശേഷം ഇത് ഫുള്ളാക്കി ഇതാക്കുക. ഇവിടെ കൂടി ഇതാക്കുക. ഇവിടൊക്കെ ഇതാക്കി ഈ ഹോപ്പറിൻ്റെ അവിടെ വരെ ഇതാക്കുക. പിന്നെ ഈ ക്യാറ്റ്സിനൊക്കെ ഒഴിവാക്കാൻ അറ്റുങ്ങൾ ഫിഷ് എടുത്ത് ഇതാക്കിയാൽ മതി. ടൈം ചെയ്താണ് ഒഴിവാക്കിയാൽ മതി. അങ്ങനെ ഒഴിവാക്കാം. ഇനി ചെയ്യണ്ടേ ഇവിടെയൊക്കെ സ്ലാബ് വെക്കുക. ഇവിടെ ഫുള്ളായിട്ട് സ്ലാബ് വെക്കുക. ഇതിൻ്റെ മുകളിൽ വെക്കുക. ഇനി ഇവിടെ ഫുള്ളാക്കണം. പിന്നെ ഇനി ഈ ക്യാറ്റ്സ് സ്പോൺ ചെയ്യുന്നത് ഒഴിവാക്കണമെങ്കിൽ 5 ക്യാറ്റ്സിനെ അടിയിൽ ഫാമിൻ്റെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുക. അപ്പറ്റേ നമുക്ക് ഇതാക്കാം. ബെഡ് പൊട്ടിച്ച് ഒന്നുകൂടി വെക്കുക. പിന്നെ ഇനി പുറത്തേറ്റ സ്പോൺ ആയതുണ്ടെങ്കിൽ അറ്റാളെ കൊന്നിട്ട് ഇതാക്കുക. അപ്പോൾ ഉള്ളിൽ സ്പോൺ ആയിക്കോളും. ക്യാറ്റിനെ കൊടുന്ന് വെച്ചാൽ അയൺ ഫാമിൽ ക്യാറ്റ് സ്പോൺ കൊണ്ട് ഇല്ലാതാവും.